അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒരു മുട്ട റോസ്റ്റ് അങ്ങ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇടുക്കാച്ച ഐറ്റമാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക, അടിപൊളിയാണ്. ഇതേ കണക്ക് ചെയ്തെന്ന് തോന്നും. സൂപ്പർ ഐറ്റമാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കല്ലേ, ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടാലോ. അതിനുമ്പ് എന്ന് പറയുന്ന പോലെ സപ്പോർട്ടിങ് മറക്കല്ലേ കൂട്ടുകാരെ. നേരെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കും. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇതിനുള്ള മഞ്ഞപ്പൊടിയും കൂടെ. ഇനി നമ്മൾ അതിനകത്ത് ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ വരയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതേ എണ്ണയിലോട്ട് നമ്മൾ ഇടാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, നമ്മൾ പച്ചമുളകുണ്ട്, എല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് എണ്ണ ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പൊടിയായിട്ട് അരിഞ്ഞ് സവാള ഇടാം. ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, പൊടിയായിട്ട് അരിഞ്ഞത് അതിട്ടുണ്ട്. അപ്പൊ സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കുന്നത് തക്കാളിയാണ്. നമ്മൾ തക്കാളി പേസ്റ്റ് ആക്കി വെച്ചാണ്, ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കും. അപ്പൊ തക്കാളിയുടെ നമ്മളെ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല, ഒരു നുള്ളു പെരിഞ്ചീരക പൊടിയും കൂടെ, പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ നല്ല കുഴമ്പായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമോ പച്ചവെള്ളമോ എന്തായാലും കുഴപ്പമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് ഇതിനകത്തോട്ട് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സോയാ സോസും കൂടെ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് ഇന്ന് നമ്മൾ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിയിലയും കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും. ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല കൂട്ടാരെ. നിങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ടാൽ മറക്കല്ല കേട്ടോ, തീർച്ചയായിട്ടും ഇട്ടിരിക്കണം. എങ്കിൽ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടണമെങ്കിൽ അത് രണ്ടും ചേർത്തേ പറ്റത്തുള്ളൂ. നമുക്ക് നേരം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുക. അപ്പം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. കൂട്ടുകാരേതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട റോസ്റ്റ്. ഇതേ കണക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കണേ കൂട്ടുകാരെ നിങ്ങൾ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.